സഹോദരി സഹോദരന്മാരെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ ജീവിതത്തെ സാധ്യമാകുന്നത്രയും പരമാവധി ജാഗ്രതയോടുകൂടി അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് വളരെ ചിട്ടയോടുകൂടി വിശുദ്ധ ജീവിതം നയിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയോടുകൂടി ജീവിക്കുവാനുള്ള സാഹചര്യം നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇഹലോകത്ത് ഒരു പരീക്ഷാകാലമാണ്. ആ പരീക്ഷയുടെ സമയം അവസാനിക്കുക എന്നുള്ളത് മരണമാണ്. മരണത്തോടുകൂടി പരീക്ഷയുടെ സമയം അവസാനിച്ചു എന്നാണ് വിശ്വാസികളായ നാം എല്ലാവരും മനസ്സിലാക്കുന്നത്. ഈ പരീക്ഷയിൽ നിന്ന് ഒരാൾക്കും ഒഴിവില്ല. എല്ലാവരും അറ്റൻഡ് ചെയ്യേണ്ട ഒരു പരീക്ഷാകാലമാണ് നമ്മുടെ ഈ ജീവിതകാലം. പ്രവാചകന്മാർ വരെ ഈ പരീക്ഷയെ അഭിമുഖീകരിച്ചിട്ടുള്ളവരാണ്. ഒരു പരീക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് ഏവർക്കും ഏറെക്കുറെ സുപരിചിതമാണ്. ആ പരീക്ഷയിൽ വിവിധങ്ങളായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. എല്ലാവർക്കും എൻട്രി കിട്ടുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ലളിതമായ ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും പരീക്ഷയിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ആവറേജ് ലെവലിലുള്ള ചോദ്യങ്ങൾ ഒരു നല്ല പരീക്ഷാ പേപ്പറിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അതോടൊപ്പം തന്നെ ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഏതൊരു പരീക്ഷാർത്ഥിക്കും അവൻ്റെ മൂല്യങ്ങൾക്കനുസരിച്ച് ഉത്തരം എഴുതാൻ പറ്റുന്ന, തുറന്ന, ഒരേ ഉത്തരമല്ലാത്ത, അവരവരുടെ മൂല്യങ്ങൾക്കനുസരിച്ച് വിശ്വാസങ്ങൾക്കനുസരിച്ചൊക്കെയും ഉത്തരം എഴുതാൻ പറ്റുന്ന ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ക്ലോസ്ഡ് എൻഡഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടാകും. പരന്ന ഉത്തരമല്ലാതെ അടക്കപ്പെട്ട, അവൻ്റെ വായനയുടെ പരിധിയിൽ വരുന്ന, അവൻ്റെ ചിന്തയ്ക്ക് അനുകൂലമായിട്ടുള്ള ചോദ്യങ്ങളും സ്വാഭാവികമാണ്. അതിലൊക്കെ ഉപരി ചലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ടാവും. ചെറിയൊരു ശതമാനത്തിനെങ്കിലും വെല്ലുവിളി ഉയർത്തുന്ന ചോദ്യങ്ങൾ പരീക്ഷയുടെ ഘടകമാണ്. ഇന്നലെ ഒരു പരീക്ഷ റിസൾട്ട് വന്നു. ആ റിസൾട്ടിൽ 3,70,000 പരം കുട്ടികൾ നമ്മുടെ സംസ്ഥാനത്ത് പരീക്ഷ എഴുതി. +2 പരീക്ഷ 1200 സ്കോർ ചെയ്യേണ്ട മാർക്ക്. എല്ലാ ഗ്രൂപ്പുകളിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ 3,70,000 കുട്ടികളിൽ നിന്ന്
നമ്മുടെ സംസ്ഥാനത്ത് 1200-ൽ 1200 സ്കോർ ചെയ്യാൻ കഴിഞ്ഞവർ 41 കുട്ടികളാണ്. നമ്മുടെ ജില്ലയിൽ ഏകദേശം 64,000 കുട്ടികൾ ഈ പരീക്ഷയെ അഭിമുഖീകരിക്കുകയുണ്ടായി. എല്ലാ വിഷയത്തിലും A+ അല്ല, 1200-ൽ 1200 നേടിയ കുട്ടികളുടെ എണ്ണം 3 വെല്ലുവിളി ഉയർത്തുന്ന ചോദ്യങ്ങളും ചലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യങ്ങളും പരീക്ഷകളിൽ ഉണ്ടാകും. അതേ സമയത്ത് ഒരു ആവറേജ് കുട്ടിക്ക് പാസ്സാകാനുള്ള തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും അധികവും. പരീക്ഷയിൽ പാസ്സാകുന്നതോട് കൂടിയിട്ട് അടുത്ത ഹയർ സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള അവൻ എലിജിബിൾ ആയിരിക്കും. പക്ഷേ നല്ല സ്കോർ ഇല്ലെങ്കിൽ നല്ല ഒരു കോളേജിലും അവൻ അഡ്മിഷൻ കിട്ടുകയില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ആവറേജ് ആളുകൾക്ക് പാസ്സാകാൻ പറ്റുന്ന ചോദ്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. വഅദല്ലാഹു വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന. സമരവുമായി ബന്ധപ്പെട്ട് ത്യാഗവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന സ്ഥലത്ത് അലക്ഷ്യമായി അശ്രദ്ധയോടുകൂടി പരീക്ഷാ ഹാളിൽ ഇരിക്കുന്നവരെക്കാൾ ഉത്തമൻ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് എന്ന് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ഒരിക്കലും അശ്രദ്ധയോടുകൂടി അലസതയോടുകൂടി പരീക്ഷാ ഹാളിലേക്ക് കയറി വരുന്നവരും വളരെ ലക്ഷ്യബോധത്തോടു കൂടി പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് വന്ന് പരീക്ഷാ ഹാളിൽ ഇരിക്കുന്നവരും ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീന വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹ്. അധ്വാനിക്കുന്ന ആളുകൾ, സമരരംഗത്തേക്ക് ഇറങ്ങുന്ന ആളുകൾ, സാമൂഹ്യ തിന്മകളെ ചോദ്യം ചെയ്യുന്ന ആളുകൾ, വളരെ ത്യാഗ മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആളുകളും നിസ്സംഗതയോടുകൂടി ഇരിക്കുന്നവരും ഒരിക്കലും സമമാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന. എല്ലാവർക്കും പാസ് മാർക്ക് കിട്ടും, എലിജിബിൾ ആയിരിക്കും. പക്ഷേ ഉയർന്ന പഠനത്തിന്, ഉന്നത പഠനത്തിനുള്ള സ്ഥലമുണ്ടാവുകയില്ല എന്നും ഖുർആൻ സൂചിപ്പിച്ചുകൊണ്ട് അവസാനം പറയുന്നത് വഫല്ലലല്ലാഹുൽ മുജാഹിദീന അലൽ ഖാഇദീന അജ്റൻ അളീമ. ഏതൊരവസരത്തിലും മുജാഹിദുകൾ, ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾ ഈ പരീക്ഷാകാലത്ത്, ഈ ജീവിതത്തിൽ നന്നായി തഖ്വയോടുകൂടി വിചാരശുദ്ധിയോടുകൂടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് മുന്നേറാൻ തയ്യാറുള്ള ആളുകൾക്ക് നിസ്സംഗരായി നോക്കി നിൽക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ പ്രതിഫലമുണ്ടാകും. അവർ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഏറ്റവും മികവുറ്റ പ്രകടനം കാഴ്ചവെക്കാൻ അവർക്ക് കഴിയും പരീക്ഷാ രംഗത്ത് എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നതായിട്ട് സൂറത്തുൻ നിസാഇൽ ഈ ആയത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെ മികവുറ്റ പ്രകടനം കാഴ്ചവെച്ച ഒരു പ്രവാചകൻ്റെ ചരിത്രം ജീവിതത്തെ, ഈ പരീക്ഷാകാലത്തെ വളരെ നന്നായി അഭിമുഖീകരിക്കുകയും പാസ് മാർക്ക് മാത്രമല്ല ഗിഫ്റ്റഡ് ആയിട്ടുള്ള ചലഞ്ചിങ് ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് ഏറ്റവും അള്ളാഹുവിൻ്റെ മികവുറ്റ, അള്ളാഹുവിന് പ്രവർത്തനങ്ങളിലൂടെ മികവ് പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മുടെ ഒക്കെ ഓർമ്മയിലുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നത് വഇദ് ഇബ്തല ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ. കുറേ ചോദ്യങ്ങൾ നൽകിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു പരീക്ഷിച്ചു. ഫഅതമ്മഹുന്ന. 1200-ൽ 1200 മേടിക്കുവാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് കഴിഞ്ഞു.
അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജീവിതത്തിൽ ഉയർന്ന സ്ഥാനം നൽകുകയും ചെയ്തു. ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ. ഈ ദുനിയാവിൽ, ഈ ഭൂമിയിൽ, ഭൗതിക ലോകത്ത് ഉയർന്ന പ്രവർത്തനങ്ങൾ, എല്ലാ നന്മകളുടെയും മുന്നിൽ നടക്കുവാനും ജനങ്ങൾക്ക് നേതാവായി നിൽക്കുവാനുമുള്ള ക്വാളിറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോഴാണ് ഈ ഒരു മാർക്ക് ആ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ലഭിച്ചത് എന്നും നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിലെ ഈ വെല്ലുവിളി ഉയർത്തുന്ന ചോദ്യം എന്തായിരുന്നു? നാം ഒക്കെ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. ജീവിതകാലത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഈ പരീക്ഷയിൽ അത്തരമൊരു ചോദ്യമുണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഘട്ടത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് തൻ്റെ പ്രിയപുത്രനെ അള്ളാഹുവിന് വേണ്ടി ബലി നൽകണമെന്ന്, ബലിപീഠത്തിലേക്ക് ആനയിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. താങ്കളുടെ അഭിപ്രായം എന്താണ് എന്നൊരു ചോദ്യം, ഒരു ദർശനമുണ്ടായി. ആ ഘട്ടത്തിൽ അജയ്യനും വിപ്ലവകാരിയുമായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തളർന്നുപോയി. അദ്ദേഹത്തിൻ്റെ ഹൃദയം ഈ പരീക്ഷയിൽ ഈ ചോദ്യം കണ്ടപ്പോൾ ഹൃദയം തകർന്നുപോയി. നാഡികളും പേശികളുമൊക്കെ വലിഞ്ഞു മുറുകാൻ തുടങ്ങി. കൈകാലുകൾ വിറകൊണ്ടു. പലതും അദ്ദേഹം സംഘർഷഭരിതമായി ഹൃദയം, ധാരാളം ചോദ്യങ്ങളും ഉപചോദ്യങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സംഘർഷമുണ്ടാക്കുകയാണ്. ഈ ഘട്ടത്തിൽ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഒരു നൂറ്റാണ്ട് കാലം ജീവിച്ച ഈ ജീവിത പരീക്ഷയിൽ ഇതുപോലെ ഒരു ചോദ്യത്തെ അഭിമുഖീകരിക്കാൻ ഇന്നുവരെയും എനിക്ക് സാധിച്ചിട്ടില്ല. തൻ്റെ സ്വന്തം പുത്രനെ കൊല്ലുക എന്നത് പാപമല്ലേ എന്ന് അദ്ദേഹത്തിൻ്റെ ചിന്ത വന്നു. ചിലപ്പോഴേ വികാരങ്ങൾ വിശ്വാസത്തെക്കാൾ അതിജയിക്കാൻ തുടങ്ങി. അതിനുള്ള ന്യായങ്ങൾ കണ്ടെത്തുവാൻ മനസ്സിൽ മന്ത്രങ്ങൾ വന്നു. ഒരു മനുഷ്യ കുഞ്ഞിനെ കൊല്ലുക എന്നുള്ളത് പാപമല്ലേ? അദ്ദേഹം ആ നിലക്കും ചിന്തിച്ചു. അതോടൊപ്പം തന്നെ കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിലൊരു കൽപ്പന പുറപ്പെടുവിക്കുമോ? എന്നോട് നേർക്കുനേരെ പറഞ്ഞതല്ലല്ലോ, ഒരു സ്വപ്ന ദർശനമല്ലേ? ഞാൻ വിശ്വസിക്കുന്ന നാഥൻ കരുണാവാരിധിയാണ്. ആ നാഥനിൽ നിന്ന് ഇത്തരം ഒരു ചോദ്യം ഉയരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. സാധാരണ മനുഷ്യരൊക്കെ നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾക്കും താല്പര്യങ്ങൾക്കും വിഘാതമായി നിൽക്കുന്ന അള്ളാഹുവിൻ്റെ കൽപ്പന വരുമ്പോഴൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പല വഴികളും തേടുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. അത് മനുഷ്യരായ നമ്മുടെ ഒക്കെ ഒരു സ്വഭാവവുമാണ്. ആ അർത്ഥത്തിൽ ഒരു മനുഷ്യനെന്ന നിലയിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ആ നിലക്ക് ചിന്തിച്ചു പോയി. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് മുമ്പിൽ രണ്ട് വഴികൾ മാത്രമായിരുന്നു. ഒന്ന്, ഹൃദയത്തിൻ്റെ രോദനം കേട്ടുകൊണ്ട് തൻ്റെ കുഞ്ഞായ ഇസ്മായിലിനെ രക്ഷപ്പെടുത്തുക. മറ്റൊരു വഴി, ദൈവകൽപ്പന അനുസരിച്ചുകൊണ്ട് ആ കൽപ്പന നിറവേറ്റുന്നതിന് വേണ്ടി സ്വയം സമർപ്പിതനായി വിധേയനായി മാറുക. ഈ രണ്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാത്ത ഇളക്കം സൃഷ്ടിച്ചു. പക്ഷേ ഒന്നാമത്തെ ദുൽഹിജ്ജ 10 ദിവസം യൗമുൻ നഹറിൽ മിനയിൽ പോയി ഹാജിമാരെല്ലാവരും ഒന്നാമത്തെ അഖബയിൽ എറിയുന്നത് പോലെ തന്നെ
ഈ ഒന്നാമത്തെ കൽപ്പനയെ ഒന്നാമതായി ബലിയെറുക്കുക എന്നുള്ള ആ ഹൃദയത്തിൻ്റെ രോദനം കേട്ടുകൊണ്ട് ഇസ്മായിലിനെ രക്ഷപ്പെടുത്തുക എന്നുള്ള തീരുമാനത്തെ എറിഞ്ഞു വീഴ്ത്തുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്തത്. രണ്ടാമത്തെ തീരുമാനമാണ് അദ്ദേഹം ശിരസ്സ വഹിക്കാൻ തയ്യാറായത്, ദൈവകൽപ്പനയ്ക്ക് വിധേയനാവുക. ഈ രണ്ടാമത്തെ കൽപ്പന അദ്ദേഹം നിർവഹിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്. അദ്ദേഹം ചിന്തിക്കുകയാണ്, എൻ്റെ ശിഷ്ടജീവിതത്തിൽ ഇസ്മായിലിൻ്റെ പിതാവായിട്ട് ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇന്നു മുതൽക്ക് എൻ്റെ ശിഷ്ടജീവിതത്തിൽ ഇസ്മായിലിൻ്റെ പിതാവായി ജീവിക്കുവാൻ ഞാൻ താല്പര്യം കാണിക്കുന്നില്ല. എനിക്കിഷ്ടം അള്ളാഹുവിൻ്റെ പ്രവാചകനും അള്ളാഹുവിൻ്റെ ഖലീലുമായി ജീവിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉറച്ച തീരുമാനം ഇബ്രാഹിം നബി അലൈഹി സ്വലാം എടുക്കുകയാണ്. പിശാചിൻ്റെ എല്ലാ പ്രലോഭനങ്ങളെയും എറിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, ഈ സമ്പത്തും സന്താനങ്ങളുമൊക്കെ ഈ പരീക്ഷയിലെ ശ്രദ്ധേയമായ ചില ഊന്നൽ കേന്ദ്രങ്ങളാണ്, വെല്ലുവിളി ഉയർത്തുന്ന ചോദ്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരുന്ന തിരിച്ചറിവോടുകൂടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിനെ മനസ്സിലാക്കുകയാണ്. എൻ്റെ മകനും സമ്പത്തുമൊക്കെ പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷ വെല്ലുവിളി ഉയർത്തുന്ന ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയേ പറ്റൂ. ഇവിടെ പുത്രവാത്സല്യം കൊണ്ട് ഞാൻ വഞ്ചിതനാകാൻ പാടില്ല. ഈ ഉറച്ച തീരുമാനമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൈക്കൊണ്ടത്. മിനാ താഴ്വരയിൽ തൻ്റെ പുത്രനെ, ഒരാട്ടിൻകുട്ടിയെ നീട്ടിക്കിടത്തിയ പോലെ ആ ബലിപീഠത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കിടത്തുന്ന ചരിത്രം വതല്ലഹുലിൽ ജബീൻ, നെറ്റിവെച്ച് കിടത്തി എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അദ്ദേഹത്തെ കമഴ്ത്തിക്കെടുത്തി എന്നാണ് അതിന് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. നെറ്റി മണ്ണിലേക്ക് വെച്ചുകൊണ്ട് അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇനി പുത്രൻ്റെ കണ്ണുകൾ നേർക്കുനേരെ കാണുമ്പോൾ കൈ വിറക്കാതിരിക്കാൻ വേണ്ടി മണ്ണിനടിയിലൂടെ കത്തിവെച്ചുകൊണ്ട് ഇങ്ങോട്ട് മേലോട്ട് അറുക്കാമെന്ന തീരുമാനത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വതല്ലഹുലിൽ ജബീൻ, അദ്ദേഹത്തെ കമഴ്ത്തിക്കെടുത്തി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വിശദീകരിക്കുന്നില്ല. പിന്നെ എന്താണ് സംഭവിക്കേണ്ടത് നമ്മുടെ ഭാവനയ്ക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടിരിക്കുകയാണ്. ആ രംഗത്തെ വിശദീകരിക്കുവാൻ അല്ലാഹുവിന് പോലും വാചകങ്ങളുടെ ദാരിദ്ര്യം അനുഭവപ്പെട്ടു എന്ന് ചില ആധുനിക ഖുർആൻ വ്യാഖ്യാതാക്കൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ കടത്തിയപ്പോഴേക്ക് വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, അള്ളാഹുവിൻ്റെ വിളി വന്നു, ഏ ഇബ്രാഹിം അരുത്, ഒരു മനുഷ്യൻ്റെ ചുടുനിണം, ചുടുരക്തം ഒരിക്കലും കരുണാവാരിധിയായ അള്ളാഹു ആഗ്രഹിക്കുന്നില്ല. അരുത് ഇബ്രാഹിം, താങ്കൾ ഏറ്റവും മികവുറ്റ പ്രകടനമാണ് കാഴ്ചവെച്ചത് ഈ പരീക്ഷയിൽ. വളരെ വെല്ലുവിളി ഉയർത്തുന്ന ചോദ്യത്തിന് വളരെ മനോഹരമായിട്ട് എല്ലാ ഉത്തരം നൽകിക്കൊണ്ട് വളരെ മികവുറ്റ പ്രകടനം താങ്കൾ കാഴ്ചവെച്ചു. വഖദ് സ്വദ്ദഖ്ത റുഇയ കദാലിക നജ്സിൽ മുഹ്സിനീൻ, താങ്കൾ ആ സ്വപ്നം കണ്ട സ്വപ്നത്തിലുണ്ടായ ദർശനത്തിന് പോലും ഇത്തരം വളരെ ഇഖ്ലാസോടുകൂടി
വളരെ സമർപ്പിത മനസ്സോടുകൂടി ഉത്തരം എഴുതാൻ താങ്കൾക്ക് കഴിഞ്ഞുവെങ്കിൽ താങ്കളുടെ ആ പ്രകടനത്തെ നാം വിലയിരുത്തിയിട്ടുണ്ട്, അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രകാരമാണ് വേണ്ടത്. ഈ പരീക്ഷയെ ഇഹ്സാനോടുകൂടി വകദാലിക നജ്സിൽ മുഹ്സിനിൻ, ഇഹ്സാനോടുകൂടി പരീക്ഷയുടെ ആൻസറുകൾ, ഉത്തരങ്ങൾ എഴുതുകയാണ് വേണ്ടത്. അതിൽ താങ്കൾ വിജയിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്നതും കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട് ബലികർമ്മം നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു സംഗതി എന്ന് പറയുന്നത്, നാം നടത്തുന്ന ഈ ബലികർമ്മം എന്നത് മനുഷ്യ ബലിയുടെ ഒരു അനുസ്മരണമായിട്ടല്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. മറിച്ച് ഒരു നരഹത്യയും അരുത്, ഇസ്ലാം ഒരു നരഹത്യയും അനുവദിച്ചിട്ടില്ല എന്ന ഒരു സന്ദേശമാണ് ബലികർമ്മത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിനെ, അല്ലെങ്കിൽ മനുഷ്യരാശിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ബലിയുടെ പശ്ചാത്തലം എന്ന് പറയുന്നതും ഹജ്ജാണ്. ഹജ്ജിൻ്റെ സന്ദേശം തന്നെ ഇന്ന ദിമാഅക്കും വ അംവാലക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ. ഇതാണ് ഹജ്ജിൻ്റെ ഏറ്റവും വലിയ ആത്മീയ പ്രഭാഷണമായിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പ്രസംഗിച്ച ആ പ്രസംഗത്തിൻ്റെ ആദ്യ വരികൾ ഇതായിരുന്നു: മനുഷ്യരെ, നിങ്ങളുടെ രക്തവും നിങ്ങളുടെ ധനവുമെല്ലാം പവിത്രമാണ്. അതൊരിക്കലും ഹിംസ നിങ്ങൾക്ക് അനുവദനീയമല്ല. നിങ്ങൾ ഒരിക്കലും അത്തരത്തിൽ മുതിരാൻ പാടില്ല. ഈ ഒരു സാമൂഹിക പാഠമായിരുന്നു ഹജ്ജിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലാഹുവിൻ്റെ റസൂല് ഈ സമുദായത്തോട്, മുസ്ലിം ഉമ്മത്തിനോട്, വിശിഷ്യ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും ആദ്യമായിട്ട് നൽകിയ സന്ദേശം. അപ്പോൾ ഈ മനുഷ്യൻ്റെ പവിത്രതയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഒരു മനുഷ്യൻ്റെയും ചുടു രക്തം അല്ലാഹു ആഗ്രഹിക്കുന്നില്ല. മനുഷ്യൻ്റെ ജീവിതമാണ് അല്ലാഹു ആഗ്രഹിക്കുന്നത്. ബലിയറുക്കപ്പെടേണ്ടത് മനുഷ്യനല്ല എന്നും ഭക്ഷ്യയോഗ്യമായ മൃഗമാണ് എന്നും ഈ ലോകത്തെ പഠിപ്പിക്കുകയാണ്. ഒരു പുതിയ ഭക്ഷണത്തിൻ്റെ സംസ്കാരം കൂടി ഈ ബലിയുമായിട്ട് രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ആ ബലികർമ്മവും സാമൂഹിക പ്രതിബദ്ധതയും കൂടി ഇസ്ലാമിൻ്റെ ഏതൊരു ഇബാദത്തും അല്ലെങ്കിൽ ഏതൊരു അനുഷ്ഠാനവും അതിൻ്റെ ആത്മീയ തലവും സാമൂഹിക തലവും ഉണ്ടതിന്. സാമൂഹിക പ്രതിബദ്ധതയാണ് വഖ്ഫകുലു മിൻഹ വ അത്ഇമുൽ ബാഇസൽ ഫഖീർ. നിങ്ങൾ ബലിയെറുക്കപ്പെട്ട ആ മാംസം നിങ്ങൾ ഭക്ഷിക്കണം, നിങ്ങളുടെ കുടുംബം ഭക്ഷിക്കണം, നിങ്ങളുടെ അയൽപ്പക്കം വേണം. സമൂഹത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന അഗതികളും പാവപ്പെട്ടവരുമായ എല്ലാവരെയും ഉൾക്കൊള്ളണം, അവരെ ചേർത്ത് പിടിക്കണം എന്ന സന്ദേശവും കൂടി ഈ ബലി നൽകുന്നുണ്ട് എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ട് ആഘോഷവേളകളിൽ, ഒന്ന് ഈദുൽ ഫിത്തർ, ഇതുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന് പറയുന്നത് അവിടെ ധാന്യം വിതരണം ചെയ്യലാണ്. ധാന്യം വിതരണം ചെയ്യുന്നു ഒരു ഈദുൽ ഫിത്തറിൽ. അതേസമയത്ത് ഈദുൽ അദ്ഹയിൽ മാംസം വിതരണം ചെയ്യുന്നു. ഇത് നൽകുന്നൊരു സന്ദേശമുണ്ട്. ഒരു പുതിയ ഭക്ഷണ സംസ്കാരത്തിന് തുടക്കം കുറിക്കുകയാണ്. സസ്യബുക്കുകളും മാംസബുക്കുകളുമായിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. സസ്യഭക്ഷണങ്ങളും മാംസഭക്ഷണങ്ങളും ഈ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. അതാ മനുഷ്യൻ്റെ സംസ്കാരമാണ്. അതുകൊണ്ടാണ് ഈദുൽ ഫിത്തറിൻ്റെ ദിവസം ധാന്യങ്ങൾ, സസ്യം, അതിൽ നിന്നുണ്ടാകുന്ന ധാന്യങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് ആ ഒരു സംസ്കാരത്തെയാണ് അത് പ്രതിനിധീകരിക്കുന്നത്. ഈദുൽ അദ്ഹയുടെ ദിവസം മാംസം വിതരണം ചെയ്യുന്നതിലൂടെ ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങളെ നമുക്ക് അറുക്കാമെന്നും അതിൻ്റെ മാംസം ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്നുള്ള സന്ദേശം ഈ ഈദുൽ അദ്ഹയും ഹജ്ജുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നതായിട്ടും കാണാൻ കഴിയും. ഭക്ഷണത്തിൻ്റെ പേരിലൊക്കെ വിഭാഗീയത സൃഷ്ടിക്കാനല്ല ഇസ്ലാം നൽകുന്ന സന്ദേശം.
ബലി നൽകുന്ന സന്ദേശവും അതല്ല. നമ്മുടെയൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ സസ്യാഹാരം ചിലർക്കും മാംസാഹാരം മറ്റു ചിലർക്കുമായിട്ട് വിഭജനം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഷവർമ എന്നുള്ള പ്രത്യേകിച്ച് അത്തരമൊരു തലക്കെട്ടിലൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന കോലാഹലങ്ങൾ നിങ്ങളുടെയൊക്കെ ഓർമ്മയിലുണ്ടാകും. ഇസ്ലാം ഇവിടെയൊക്കെ ഭക്ഷണം ഏതും കഴിക്കാം, മാംസാഹാരവും കഴിക്കാം, സസ്യാഹാരവും കഴിക്കാം. പക്ഷെ അതെല്ലാം ഹൈജീനിക്കായിട്ട് വേണം. അതതിൻ്റെ നിബന്ധനയാണ്, അതിൻ്റെ ക്വാളിറ്റി അത് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. അത് പഴയ ഇഡ്ഡലി മാവ് ഉപയോഗിച്ചുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കിയാലും പഴയ ചിക്കൻ ഉപയോഗിച്ചുകൊണ്ട് ഷവർമ ഉണ്ടാക്കിയാലും അത് എല്ലാവർക്കും ഹാനികരം തന്നെയാണ്. അത് ജീവിതത്തിൽ അത് സസ്യമായതുകൊണ്ട് ഇഡ്ഡലി എത്ര പഴകിയാലും നന്നാവുമെന്നോ ഇത് ചിക്കനായതുകൊണ്ട് അതിൻ്റെ മാംസം അത് അപകടം വരുത്തുമെന്നോ എന്നൊരു തീരുമാനം ലോകത്തൊരാളും മുന്നോട്ട് വെക്കാറില്ല. അതെല്ലാം നമ്മുടെ ആരോഗ്യം ഓരോരുത്തരും കഴിക്കുന്നവരതിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ട് അതിൻ്റെ ഹൈജീനിക് ആണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അത്തരം നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നും ഈ ബലിയുടെ സന്ദേശമായിട്ട് ഈ ഭക്ഷ്യ സംസ്കാരം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ചിലർക്കൊക്കെ നമ്മുടെ തെരുവുകളിലൂടെ ഈ ഭക്ഷണത്തിൻ്റെ മാംസാഹാരത്തിൻ്റെ വാസന കേട്ടുകൊണ്ട് നടക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതേസമയത്ത് നാം മനസ്സിലാക്കേണ്ടത് വംശീയ കലാപങ്ങളിൽ പച്ച മനുഷ്യരെ ചുട്ടരിച്ച് ആ മാംസത്തിൻ്റെ ദുർഗന്ധം സ്വീകരിച്ചവരാണ്, അതിനൊക്കെ വാനോളം പാടിപ്പുകഴ്ത്തിയവരാണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്നുകൂടി സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഫലസ്തീനിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ, ലക്ഷത്തോളം ആളുകൾ ഇപ്പോൾ തന്നെ അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ചു. ആ പച്ച മാംസം, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കുട്ടികളുടെയും കരിഞ്ഞ മാംസത്തിൻ്റെ ഗന്ധം ആരെയും അലോസരപ്പെടുത്തുന്നതായിട്ട് കേൾക്കുന്നില്ല. ഇന്നുവരെയും സമീപ പ്രദേശത്തുള്ള തമ്പുരാക്കന്മാരെപ്പോലും അവരൊക്കെ ട്രംപ് വന്ന് ആ ട്രംപിനെ സദ്യ ഒരുക്കിയതും വിരുന്നൊരുക്കിയതിൻ്റെയും മഹിമകൾ പാടിപ്പുകഴ്ത്തിക്കൊണ്ട് ജീവിക്കുകയാണ്. മറ്റൊരു കൂട്ടര് ട്രംപ് വന്നപ്പോൾ സുന്ദരികളായ സ്ത്രീകൾ മുടിയഴിച്ച് നൃത്തം ചെയ്ത സംഭവങ്ങളൊക്കെയാണ് അവിടെ പരാമർശ വിഷയം. ഈ വെന്തെരിഞ്ഞ ഈ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഉണ്ടാകുന്ന ദുർഗന്ധം അതിനെ ഒരാളെയും അലോസരപ്പെടുത്തുന്നില്ല എന്നുള്ളത് സാന്ദർഭികമായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഈ ഈദുൽ അദ്ഹയിൽ നാം നൽകുന്ന ബലി എന്ന് പറയുന്നത് അത് ഇഖ്ലാസോടുകൂടി തഖ്വയാണ് അതിൽ നിന്ന് ഉണ്ടാകേണ്ടത്. ആ മനസ്സാന്നിധ്യം വിചാരശുദ്ധിയോടുകൂടി അതോടൊപ്പം സാമൂഹിക പ്രതിബദ്ധതയും കൂടി നിർത്തിക്കൊണ്ട് ആണ് നമ്മുടെ ഓരോ മൃഗത്തെയും ബലി നൽകേണ്ടത്. അല്ലാതെ ബലി നൽകുന്നതൊക്കെ ഒരു കശാപ്പായിട്ട് മാത്രമാണ് ഇസ്ലാം അംഗീകരിക്കുക. ബലിയുടെ വമൻ യുഅല്ലിം ദാലിക വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് ബലിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു സൂക്തമാണ് ഞാൻ ആമുഖത്തിൽ കേൾപ്പിച്ചത്. അള്ളാഹുവിൻ്റെ ശായിറുകളായ ബലിമൃഗത്തെ ആദരിക്കണം. അതൊരു പ്രതീകം മാത്രമാണ്. അറുക്കപ്പെടുന്നത് നമ്മുടെ താല്പര്യങ്ങളാണ്, നമ്മുടെ ഇച്ഛകളാണ്, നമ്മുടെ മോഹങ്ങളും അഭിലാഷങ്ങളും മനക്കോട്ടകളും സ്വപ്നങ്ങളുമാണ്. ഇതിനെയാണ് ബലിപീഠത്തിലേക്ക് കൊണ്ടുപോകേണ്ടത്. ഈ മൃഗം എന്ന് പറയുന്നത് ഒരു പ്രതീകം മാത്രമാണ്. ആ അർത്ഥത്തിൽ നാം മനസ്സിലാക്കുകയും നാം ബലിയെറുക്കുന്ന ഈ മൃഗങ്ങളെ ഹൃദയം നിറഞ്ഞുകൊണ്ട് തപിക്കുന്ന ചൂടേകുന്ന മനസ്സോടുകൂടി അള്ളാഹുവിനെ നമ്മുടെ പ്രവർത്തനങ്ങൾ വെച്ചുകൊണ്ട് ഇതെൻ്റെ തഖ്വയുടെ, എൻ്റെ വിശുദ്ധിയുടെ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസപ്പെട്ട എല്ലാ വെല്ലുവിളി ഉയർത്തുന്ന ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുകയാണ് ഞാൻ ചെയ്യുന്നത് എന്ന ഒരു നിയ്യത്തോടു കൂടിയിട്ടായിരിക്കണം നമ്മുടെ സമീപനം. നാം അതിനെ ബലി നൽകേണ്ടതും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും
സ്വീകരിക്കുമാറാകട്ടെ.